ജനതയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ടി വി എന്ന് പറയുന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ടി വി എന്ന് പറയുന്ന പാഠത്തിലെ 5 സീൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് 6ാമത്തെ സീനിലേക്ക് വരാം. എന്താണ് 6ാമത്തെ സീനിനകത്ത് പരാമർശിക്കുന്നത്? അവിടെ നോക്കൂ. കസ്ബേ കി ഗലി ശ്യാം കാ സമയം. നമ്മൾ പറഞ്ഞു പർവ്വത പ്രദേശമാണെന്ന് പറഞ്ഞു. അവരിപ്പോൾ ഏകദേശം എത്തി, സ്ഥലത്തെത്താറായി. കസ്ബേ കി ഗലി, ഗലി എന്ന് പറഞ്ഞാൽ തെരുവെന്നാണ്. ആ പ്രദേശത്തുള്ള ഒരു തെരുവ്, ആൾക്കാർ താമസിക്കുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ സീനിൽ പഠിച്ചത് സബ്ജി മണ്ടിയാണ്, പച്ചക്കറി ചന്തയാണ്. അതിന് തൊട്ട് മുമ്പ് പഠിച്ചത് എന്താണ്? സടക്കാണ്, സടക്ക് ബാർക്കറിന്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അടുത്ത് അവർ ശരിക്കും മനോഹർ ചാച്ചയുടെ വീടിൻ്റെ അടുക്കലേക്ക് എത്തി. അവിടുത്തെ ഒരു തെരുവിലെത്തി. അപ്പോൾ ഓരോ സിറ്റുവേഷൻ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കസ്ബേ കി ഗലി ശ്യാം കാ സമയം, വൈകുന്നേരമായി. ശ്യാം കാ സമയം, വൈകുന്നേര സമയം. ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. ബച്ചെ ഏക്ക് ഗലി കെ മോഡ് പർ ഹെ. കുട്ടികൾ ഒരു ഗലിയുടെ, ഒരു തെരുവിൻ്റെ ഒരു മൂലയ്ക്ക് നിൽക്കുക. ഏക്ക് ഗലി കെ മോഡ് പർ ഹെ. ഒരു തെരുവിൻ്റെ ഒരു സൈഡിൽ, ഒരു കോർണറിൽ വന്ന് അവിടെ നിൽക്കുകയാണ്. തെരുവിൻ്റെ പ്രത്യേകത എന്താണ്? വീടുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ട് കാണും. അതാ തെരുവിൻ്റെ പ്രത്യേകത. ഭയങ്കര തിരക്കായിരിക്കും. സാമനെ കച്ചെ പക്കെ മക്കാനോക്കി കദാർ ഹേ. തൊട്ട് മുമ്പിലായിട്ട്, അവർ നിൽക്കുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് കച്ചെ പക്കെ മക്കാനോക്കി കദാർ ഹൈ. കച്ചെ പക്കെ മക്കാൻ. കാരണം ഇന്നത്തെ പോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അന്ന് കുറവാണ്, നമുക്കറിയാം. വർഷം കുറച്ചായി. പഴയ കാലം ടി വി ഒക്കെ വന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 1984, 85, 87 ഈ 90കൾക്കകത്തുള്ള ഒരു സമയമാണ് നമുക്ക് ഇതിനകത്ത് എടുക്കുന്നത്. ആ സമയത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് കച്ചെ പക്കെ മക്കാൻ എന്ന് പറഞ്ഞത്. പച്ച മൺ കൊണ്ടുണ്ടാക്കിയ വീടുകൾ. കച്ചെ പക്കെ മക്കാൻ കി കദാർ ഹെയും. അതിൻ്റെ ഒരു നിര. കദാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിര. ഇതിങ്ങനെ വരിയായിട്ട് കെട്ടിടങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. കച്ചെ പക്കെ മക്കാനോങ്കി കദാർ ഹൈ. അത് ബ്രാക്കറ്റിൽ. അപ്പോൾ ഗോപു പറയാണ് ബസ് യഹി ഗലി ഹെ. എത്തി. ഇതാണ് ആ തെരുവ്. ഏത് തെരുവ്? മനോഹർ ചാച്ചാക്കെ ഘർ ജോ ഗലി മെയിൻ ത വഹി ഗലി. മനോഹർ ചാച്ചയുടെ വീട് ഏത് തെരുവിലാണോ ആ തെരുവാണ് ഈ തെരുവ്. നമ്മളെത്തി, സ്ഥലമെത്തി. ഈ സീമയും ഹേ മനോഹർ ചാച്ച. ദീർഘദേശത്തോടുകൂടി വളരെ ആശ്വാസത്തോട് പറയാണ്, ഇതാണ് മനോഹർ ചാച്ചയുടെ തെരുവ്. ഉറപ്പിച്ചു. അപ്പം ലല്ലു പറഞ്ഞു, തോ ചലോ, ഇനി എന്തിനാ നോക്കി നിൽക്കുന്നത്? പോവാം, ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എമർജൻസി, നമുക്ക് പോവുക, കാണുക, തിരിച്ചു വരിക. അപ്പോൾ ഗോപു അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ബ്രാക്കറ്റിൽ അത് കൊടുത്തിരിക്കുകയാണ്. മക്കാനോങ്കോ ദേക്താഹുവ. കെട്ടിടങ്ങളെയൊക്കെ നോക്കുക. നമ്മൾ പര നോക്കുന്നുണ്ട്. വീട് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയില്ല. ലേക്കിൻ യാത് കർണേതോ കോൺസാ കർഹേ. ഒന്നും മിണ്ടാ നിൽക്ക്. യാത് കർണേതോ, യാത് കർണ, ഓർമ്മിക്കുക. എന്നെ ഒന്ന് ഓർമ്മിക്കാൻ വിട്. എന്താ കാര്യം? കോൺസാ കർഹേ, വീട് ഏതാണെന്ന് ഒന്ന് ഓർമ്മിക്കാൻ. എല്ലാ വീടും ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് മനോഹർ ചാച്ചയുടെ വീടെന്നുള്ളത് അറിഞ്ഞുകൂടാ. അതാണ് പ്രശ്നം. അപ്പോൾ ചുന്നി പറഞ്ഞു, പർ കൈസേ. അപ്പം നിനക്കറിയില്ലേ? നീ ഇതെവിടെന്നാ നമ്മളെ ഇത്രയും ദൂരം കൊണ്ടുവന്നത്? എന്തിനാ? അപ്പോൾ ഗോപു പറഞ്ഞു, അരേ ഉസ് കർക്കെ ഊപ്പർ ടി വിക്ക് ഒക്കെ ഡണ്ട ലഗാവുക ഹെ. ആൻറ്റിന. എനിക്കറിയാം, ഉറപ്പുണ്ട്. കാരണം ഉസ് കർക്കെ ഊപ്പർ, ആ വീടിന് മുകളിലായിട്ട് ടി വി കാ ഡണ്ട ലഗാവുക ഹെ. ടി വിയുടെ ഒരു ഡണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻറ്റിന വെച്ചിരിക്കുന്ന വലിയൊരു കമ്പ്. അത് ഒരു കമ്പിയുണ്ട്, അതിൻ്റെ മുകളിൽ ആൻറ്റിനയുണ്ട്. ആൻറ്റിന അതുണ്ട്. എനിക്ക് അത് നല്ല ഉറപ്പാണ്. നമുക്ക് ആൻറ്റിനയുള്ള വീട് നോക്കാം. ഉസ് ഘർക്കെ ഊപ്പർ ടി വി കാ ഡണ്ട ലഗാ ഹുവാ ഹെ ആൻറ്റിന. തീനോ ധ്യാൻ സെ ഖരോങ്കോ ദേഖ്താ ഹെ. അത് ബ്രാക്കറ്റിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ സംഭാഷണത്തിന് ശേഷം അവർ പെട്ടെന്ന്, സാധാരണ നോർമലി അവരെന്താ ചെയ്യുന്നത്? അവർ വീടുകളിലെല്ലാം നോക്കും, എവിടെയാണ് ആൻറ്റിന ഉള്ളതെന്ന് നോക്കും. തീനോ ധ്യാൻ സെ, 3 പേരും വളരെ ശ്രദ്ധയോടുകൂടി ഖരോങ്കോ ദേഖ്താ ഹെ, ആ വീടുകളെല്ലാം നോക്കുന്നു. ആ വീടുകളിൽ എവിടെയാണ് ആൻറ്റിന ഉള്ളത് നോക്കുന്നു. ഗോപു ക ചെഹര ഉദർ ജാത്താ ഹെ. വീടുകളിലെല്ലാം ആൻറ്റിന നോക്കിയപ്പോഴേക്കും ഗോപു ക ചെഹര ഉദർ ജാത്താ ഹെ. ചെഹര എന്ന് പറഞ്ഞാൽ മുഖം അങ്ങ് വാടിപ്പോയി. ഗോപു ക ചെഹര ഉദർ ജാത്താ ഹെ. ഉദർ ജാന എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവുക എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഇവിടെ അങ്ങനെയല്ല, ഗോപുവിൻ്റെ മുഖം വാടിപ്പോയി.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപു അവിടെ പറയാം ഹാംതോ, പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ. ലല്ലു അതിൻ്റെ ബാക്കി പറഞ്ഞു കൊടുത്തു. സബ്കി ഛത്ത് പേ ലഗാ ഹെ, എല്ലാ വീടിൻ്റെയും മുകളിൽ എന്തുണ്ട്? ആൻറ്റിനയുണ്ട്. സബ്കി ഛത്ത് പർ, ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര, ഛത്ത് മറന്നുപോകരുത്. സബ്കി ഛത്ത് പേ ലഗാ ഹെ, എല്ലാവരുടെയും വീടിന് മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്? ആൻറ്റിന വെച്ചിട്ടുണ്ട്. ചുന്നി ടി വി വാല ടണ്ട അബ് ക്യാ കരേങ്കി, അയ്യോ എല്ലാ വീട്ടിലും ദേ കിടപ്പുണ്ട് ടി വി വാല ടണ്ട, ടി വിയുടെ ആൻറ്റിന എല്ലാ വീടിൻ്റെ മുകളിലുണ്ട്. അബ് ക്യാ കരേങ്കി, നമ്മളിനി എന്ത് ചെയ്യും? അപ്പോൾ ഗോപു ഹിമ്മത്ത് ഹാർത്തേ ഹുയെ, അത് ബ്രാക്കറ്റില്ല, ശ്രദ്ധിച്ചില്ലേ? എന്താണ് ഇനി അടുത്ത് ഗോപു പറയാൻ പോകുന്നത്? ഹിമ്മത്ത് ഹാർത്തേ ഹുയെ. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം. ഹിമ്മത്ത് ഹാർന എന്ന് പറഞ്ഞാൽ തോൽക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ധൈര്യം ചോർന്നു പോയി. ഹിമ്മത്ത് ഹാർത്തേ ഹുയെ, സകല ധൈര്യവും പോയി. കാരണം എല്ലാ വീട്ടിലും ഉണ്ട്. ഇനി ഓരോ വീട്ടിലും ചെന്ന് മനോഹർ ചാച്ചയുടെ വീടാണോ എന്ന് ചോദിക്കണം. പതാനഹിയും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പതാനഹി, പത എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് എന്നാണ് അർത്ഥം, ശരിക്കുള്ള അർത്ഥം. പത, നമ്മൾ ലെറ്ററൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ പത അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ലെറ്റർ ചിട്ടിയൊക്കെ എഴുതാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ പറയണം പതാനഹി, അയ്യോ എനിക്കറിയില്ല. ഇവിടെ അഡ്രസ്സ് അറിയില്ല എന്നല്ല, എനിക്കറിയില്ല, അതാ ഉദ്ദേശിക്കുന്നത്. മനോഹർ ചാച്ചാനെ ബദായാത്ത ഉൻകെ കർഹി ടി വി ഹെ, അന്ന് മനോഹർ ചാച്ച പറഞ്ഞത്, മനോഹർ ചാച്ചാനെ ബദായാത്ത പറഞ്ഞിരുന്നത്, മനോഹർ ചാച്ച പറഞ്ഞിരുന്നത് ഉൻകെ കർഹി ടി വി ഹെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്നാണ്. ഉൻകെ കർഹി ടി വി ഹെ, ആ ഹീയുടെ അർത്ഥം തന്നെ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ടി വി ഉള്ളത്, വേറൊരിടം ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഉൻകെ കർഹി ടി വി ഹെ പറയാ ഹാം തോ സബ്കെ ഘർ ഹെ, പക്ഷേ ഇവിടെ സബ്കെ ഘർ ഹെ, എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ട്. ഇനി എന്ത് ചെയ്യും? ലല്ലു ബഹത്തർ ഹതാശ്, വളരെയധികം ഹതാശനായി. ഹതാശന നിരാശനായി, വളരെ നിരാശയോടുകൂടി. അബ് ഹം വാപ്പസ് ചലേ, നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് വാപ്പസ് ചലേ, തിരിച്ചു പോകാം. ഇനി നിന്നിട്ട് കാര്യമില്ല. ഏത് വീടെന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും രാത്രിയാവും, തിരിച്ച് വീടെത്തണം. ഇനിയും 2 മണിക്കൂർ തിരിച്ച് നടക്കാനുള്ളതാണ്. അബ് ഹം വാപ്പസ് ചലേ. ആസ്മാൻ ദേഖ്തേ ഹുയെ, ആകാശത്തേക്ക് നോക്കുകയാണ്. ആസ്മാൻ, ആസ്മാൻ ക്യാ ഹെ? ആസ്മാൻ ആകാശ്, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്. നഹീ അന്ധേര ഹോ ഹെ, എന്തായി? അന്ധേരയായി, അന്ധേര ഇരുട്ടായി. അപ്പോൾ ചുന്നി സകല പ്രത്യാശയും പോയി. ചുന്നി പറയണം ഹം ഖോ ഗേ, നമുക്ക് നഷ്ടമായി, നമ്മൾ കാണാൻ വന്നത് കാണാൻ പറ്റില്ല. ഹം ഖോ ഗേ, ഖോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. നമുക്ക് നഷ്ടമായി, നമ്മുടെ പ്രയത്നം മുഴുവൻ എന്തായി? നഷ്ടപ്പെട്ടു. നമുക്കിനി ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന് ടി വി കാണൽ നടക്കുകയില്ല. ഗോപു കുച്ച് നഹീം പോലത്തെ, ഗോപുവിന് ഇനി ഒന്നും പറയാനില്ല. കുച്ച് നഹീം പോലത്തെ ബസ് രോനയിലെത്താൻ, പിന്നെ അങ്ങ് കരയാനും തുടങ്ങി. കൊച്ചുകുട്ടികളല്ലേ, സ്വാഭാവികമായിട്ടും. കാരണം ഇരുട്ടി, വൈകുന്നേരമായി, തിരിച്ച് വീടെത്തണം, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ആ കുട്ടികളുടെ മനസ്സിലൂടെ കടന്നുപോയി. അത് കാരണം ഗോപു ഇരുന്ന് അങ്ങ് കരയാൻ തുടങ്ങി. രോനയിലെത്താഹെ ബാക്കി തോനവും ബി രോനയിലെത്തേ, ബാക്കി 2 പേരും കരയാൻ തുടങ്ങി. കുട്ടികൾ 3 പേരും അവിടെ വന്നങ്ങ് കരയാൻ തുടങ്ങി. അവിടെ ആ സിറ്റുവേഷൻ തീരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 6ാമത്തെ സിറ്റുവേഷനിൽ, നമ്മൾ 6ാമത്തെ സീനിൽ പറഞ്ഞത് കസ്ബേക്ക് ഗലിയാണ്. കസ്ബയുടെ ഒരു തെരുവാണ്. ആ പ്രാന്തപ്രദേശത്തുള്ള ഒരു കൊച്ചു തെരുവ്. ആ തെരുവിലെ ശ്യാംകാ സമയം, വൈകുന്നേര സമയമാണ്. അവിടെ കുട്ടികൾ 3 പേരും അവിടെ എത്തി. അവിടെയാണ് ആരുടെ വീട്? മനോഹർ ചാച്ചയുടെ വീട്. പക്ഷേ ഒരു കുഴപ്പമേ അവിടെ സംഭവിച്ചുള്ളൂ. ഗോപുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മനോഹർ ചാച്ചയ്ക്ക് കർപ്പർ ഹി ടി വി കാ ഡണ്ടാ ഹെ, ടി വിയുടെ ആൻറ്റിന ആരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ? മനോഹർ ചാച്ചയുടെ. അതായിരുന്നു അവനൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് വെച്ചിരുന്നത്. ഇതിനെ കണ്ടുപിടിക്കാനായിട്ട്, ആ വീട് കണ്ടുപിടിക്കാനായിട്ട് അവനുണ്ട ഒരേ ഒരു അടയാളം അതായിരുന്നു. പക്ഷെ അവിടെ പറ്റിയത് എന്താണ്? വഹാം തോ സബ്കെ ഘർ പർ ടി വി കിട്ടണ്ടാ ഹെ, മുഴുവൻ വീടുകളിലും എന്തുണ്ട്? ഈ ആൻറ്റിനയുണ്ട്. അത് കാരണം കുട്ടികൾക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതായിരുന്നു ആ സിറ്റുവേഷൻ. അപ്പോൾ അതിലെ സംഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എങ്ങനെയൊക്കെയാണ് സംഭാഷണം കൊടുത്തതെന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കരഞ്ഞുകൊണ്ടാണ് സംഭാഷണം പറയുന്നതെങ്കിൽ അത് കരഞ്ഞുകൊണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കണം. ഇവിടെ നമ്മൾ കണ്ടതാണത്, രോത്തേഹു എന്നൊക്കെ പറഞ്ഞ്. അടുത്ത് ധൈര്യം മുഴുവൻ പോയെന്ന് പറഞ്ഞപ്പോൾ ഹിമ്മത്ത് ഹാർത്തേഹു എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തിരുന്നു. ധൈര്യം മുഴുവൻ പോയി, നഷ്ടപ്പെട്ടു, സകല ധൈര്യവും ചോർന്നു പോയതിന് ശേഷം പറയുന്നവൻ്റെ സൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നിർദ്ദേശകനെ സംബന്ധിച്ച്. നിർദ്ദേശകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സംവിധായകൻ. ഒരു സംവിധായകനെ സംബന്ധിച്ച് ഇതൊരു ചലച്ചിത്രാവിഷ്കരണം അതിലേക്ക് വരുന്ന സമയത്ത് തിരക്കഥ കാണുമ്പോൾ അദ്ദേഹം അഭിനയിക്കാൻ നിൽക്കുന്നവരുടെ അടുത്ത് പറയും, സകല ധൈര്യവും ചോർന്നതുപോലുള്ള വാക്കുകളാണ് മനസ്സിനകത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരക്കഥ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മളത് തയ്യാറാക്കിയിരിക്കണം തരുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൻ്റെ സിറ്റുവേഷനാണ് തരുന്നത്. 2 കുട്ടികൾ ഹോസ്പിറ്റലിൽ പോയി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഒരു തിരക്കഥ തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം ഏതാണോ ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മൾ കൊടുക്കുക, ഹോസ്പിറ്റലാണെന്ന് പറയുക, സമയം എത്രയാണെന്ന് പറയുക. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം നമ്മൾ തയ്യാറാക്കണം. അവിടെ ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പിന്നെ നഴ്സ് കാണും, പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ കാണും. അങ്ങനെ അതിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ പറഞ്ഞതിന് ശേഷം രോഗികളകത്തേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഥാപാത്രങ്ങളുടെ സംഭാഷണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6ാമത്തെ സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയറായോ? എങ്കിൽ നമുക്ക് അടുത്ത സീനിലേക്ക് കിടക്കാം. 7ാമത്തെ സീൻ നോക്കൂ. 7ാമത്തെ സീൻ സെയിം സ്ഥലം തന്നെയാണ്. ആ കസ്ബേ കി സടക്ക്, നേരത്തെ പറഞ്ഞ തെരുവിലെ ആ റോഡ്, കസ്ബേ കി സടക്ക്. ദേർ ശ്യാം കാ സമയം. ദേർ ഹോന എന്ന് പറഞ്ഞാൽ വൈകുക എന്നാണ്. ദേർ ഹോന. ദേർ ശ്യാം കാ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കുറച്ചുകൂടെ അങ്ങ് കൂടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രാത്രിയോട് അടുത്തെത്തി. ദേർ ശ്യാം കാ സമയം. ഫീഡ് ജമാഹെ, ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു ഫീഡ് ജമാഹെ, അവിടെ ഒരാൾക്കൂട്ടം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരാൾക്കൂട്ടം അവിടെ കൂടിയത്? എന്താ കാരണം? ഒന്ന് പറഞ്ഞേ, എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, 3 കുട്ടികളും അവിടെ നിന്ന് കരയുകയാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾ എവിടെ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞൂടെ. ആ പ്രദേശത്ത് ഉള്ള കുട്ടികളാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ നോക്കിയപ്പോൾ പരിചയമില്ലാത്ത 3 കുട്ടികൾ റോഡിൽ നിന്ന് കരയുന്നു. സ്വാഭാവികമായിട്ട് ആൾ കൂടും. ഫീഡ് ജമാഹെ, ബച്ചെ രോ രഹേ ഹെ, കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കസ്ബേ കെ ലോഗുനെ ചുപ് കരാ രഹേ ഹെ, ആ കസ്ബയിലെ ആ പ്രദേശത്തുള്ള ആൾക്കാർ, കസ്ബേ കെ ലോഗ് ഉനെ ചുപ്പ് കരാ രഹേ ഹെ, മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, ആശ്വസിപ്പിക്കുന്നു. കരയേണ്ട ആവശ്യമില്ല, എന്താണ് കാര്യം എന്നുള്ളത് അത് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു രംഗം, സിറ്റുവേഷനാണ് അടുത്ത് കാണുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ, അതിൽ കസ്ബേ വാല ഏക്, ആ പ്രദേശത്തുള്ള ഒരാൾ, അയാൾക്ക് പേര് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കസ്ബേ വാല ഏക്, 1ാമത്തെ ആൾ. കഹത്തെ ഹെ മനോഹർ ചാച്ച സെ മിൽനെ ആയേ ഹെ, കീരത്പൂർ സെ. കുട്ടികൾ വന്നത് എവിടെ നിന്നാണ്? കീരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. അവർ പറയുന്നത് കഹത്തെ ഹെ മനോഹർ ചാച്ച സെ മിൽനെ ആയേ. ആരെ കാണാൻ വന്നതാണ്? മനോഹർ ചാച്ചയെ കാണാൻ വന്നതാണ്. കിരത്പൂരിൽ നിന്നും 3 കുട്ടികൾ ഇവിടെ മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് വന്നു. കസ്ബേ വാല 2, അതായത് 2ാമത്തെ ആൾ, അവിടെ നിൽക്കുന്നതിൽ 2ാമത്തെ ആൾ. അബ് ചുപ് ഹോ ജാവോ ഡരോ മത്, ക്യാ നാം ഹേ തുമാര. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ മിണ്ടാതിരിക്കുക. ഡരോ മത്, കണ്ടില്ലേ? ഡരോ മത്, ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. ക്യാ നാം ഹേ തുമാര, എന്താ നിന്റെ പേര്? ഇപ്പം ലല്ലു പറഞ്ഞു, ലല്ലു. ഇപ്പം ചുന്നി രോത്തേ ഹുയെ, ചുന്നു വീണ്ടും കരയുകയാണ്, കരഞ്ഞുകൊണ്ട്. മുജെ ഘർ ജാനാ ഹെ, എനിക്ക് വീട്ടിൽ പോകണം. എനിക്കിപ്പോൾ തന്നെ എവിടെ പോകണം? മുജെ ഘർ ജാനാ ഹെ, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോഴേക്കും മനോഹർ ചാച്ച ആ ജാത്തേ ഹെ. ആര് കടന്നു വരുന്നു? മനോഹർ ചാച്ച ആ ജാത്തേ ഹെ. മനോഹർ ചാച്ച കടന്നു വന്നു. ഗോപുക്കോ ഉഡാലേത്തേ ഹെ, ഗോപുവിനെ കണ്ട ഉടനെ തന്നെ അവനെ വന്ന് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. ഉഡാലേത്തേ ഹെ, എടുക്കുന്നു. മനോഹർ ചാച്ച, അരേ ഗോപു തും അക്കേലെ കൈസ ആകെ. എടാ ഗോപു, തും അക്കേലെ കൈസ ആകെ. അക്കേല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയ്ക്ക്. നീ ഇതെങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്നത്? വീട്ടുകാരും ഒക്കെ ആയിട്ട് വരേണ്ടടുത്ത് നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വന്നു? തും അക്കേലെ കൈസ ആകെ. അപ്പോൾ ഗോപു പറയാണ്, ടി വി ദേഖനാഥ, എനിക്ക് എന്ത് കാണണമായിരുന്നു? ടി വി ദേഖനാഥ, എനിക്ക് ടി വി കാണണമായിരുന്നു. ഹം തീനോക്കോ, ആർക്കൊക്കെയാണ്? നമ്മൾക്ക് 3 പേർക്കും ടി വി കാണണം, അതിനാ വന്നത്. കസ്ബേ വാല ഏക്ക് ദൂസരേക്ക മുഹ് ദേഖ്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് ആ പ്രദേശത്തുള്ള ആൾക്കാർ അവർ പരസ്പരം നോക്കി. ഏക്ക് ദൂസരേക്ക മുഹ് ദേഖ്തേക്ക്, അവർ പരസ്പരം നോക്കുന്നുണ്ട് ടി വി കാണാനായിട്ട്. തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും, കീരത്പൂർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്നും കുട്ടികൾ ഈ പർവ്വതമൊക്കെ കയറി എവിടെ വന്നിരിക്കുകയാണ്? തൊട്ടടുത്ത ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്. ഒരു ഗ്രാമം താണ്ടി, അതും ഈ മലയൊക്കെ കയറി ഇറങ്ങി കുട്ടികൾ എവിടെ വന്നിരിക്കുന്നു? ടി വി കാണാനായിട്ട് മനോഹർ ചാച്ചയുടെ വീട്ടിൽ വന്നിരിക്കുന്നു. മനോഹർ ബച്ചോം കൊലേ ജാത്താ ഹെ. മനോഹർ ഈ കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അത് അവിടെ ബ്രാക്കറ്റാണ്. അപ്പോഴാ സീൻ അവിടെ തീർന്നു. സീൻ 7. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വളരെ കുറച്ച് ഡയലോഗ്, ആ കൂടെ ഒരു 3-4 ഡയലോഗേ ഉള്ളൂ. അവിടെ എന്താ പറയുന്നത്? ആ സെയിം കസ്ബേ കി സടക്കാണ്, ആ സെയിം സ്ഥലം. ദേർ ശ്യാം കാ സമയം, വൈകുന്നേരം 1:30 അല്പം കൂടെ കുറച്ചുകൂടെ ഇരുട്ട് കനത്തു. ഭീഡ് ജമാഹെ,
തിരക്കായി. ബച്ചേ രോ രഹേ ഹെ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ പിന്നെ സീനിൽ അവസാനിച്ചത് അങ്ങനെയാണ് നിന്നത്. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീനായിരുന്നു. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കസ്ബേക്ക് ലോകുനെ ചുപ്പ് കരാരഹെ. കസ്ബ ആ പ്രദേശത്തുള്ള ആൾക്കാരെ, ആ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഈ സിറ്റുവേഷൻ. അതിൽ 2 കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തെ 2 പേര്, അതിൽ 1 2 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ചോദിക്കുകയാണ്, അപ്പോൾ അവർ പരസ്പരം പറയുന്നതാണ്, ഈ മനോഹർ ചാച്ചയെ മിൽനെ ആയേഹെ, മനോഹർ ചാച്ചയെ കാണാനാണ് പിള്ളേർ വന്നതെന്ന് പറയുന്നു. എവിടെ നിന്ന്? കീരത്പൂരിൽ നിന്നും. ഇപ്പോൾ കസ്ബേ വാല രണ്ടാമത്തവൻ പറഞ്ഞു, അഭി ചുപ്പ് ഹോ ജാവോ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, മിണ്ടാതിരിക്കുക, ഡരോ മത്സ്, ഭയത്തിൻ്റെ ആവശ്യം എന്താ? ക്യാ നാം ഹെ തുമാര, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ലല്ലു പറഞ്ഞു. ലല്ലു. ഇപ്പോൾ ചുന്നി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, രോത്തെ ഹുയി മുझे ഘർ ജാനാ ഹെ, എനിക്ക് വീട്ടിൽ പോകണം. മനോഹർ ചാച്ച ആജാത്തെ ഹെ. അപ്പോഴേക്കും കഥാപാത്രം വന്നു, നമ്മുടെ മനോഹർ ചാച്ച, അദ്ദേഹം വന്നു. ഗോപു കോ ഉഠാ ലേത്താ, ഗോപുവിനെ എടുത്തു. എന്നിട്ട് മനോഹർ ചാച്ച അതിശയത്തോടുകൂടിയാണ്, കാരണം ഇങ്ങനെ ഇത്രയും പ്രതീക്ഷയില്ല, ഗോപു ഇത്രയും ദൂരം നിന്നൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കില്ലായിരുന്നു, അദ്ദേഹത്തിനില്ലായിരുന്നു. അരേ ഗോപു തും അക്കേലെ കൈസ ആകെ എന്നാണ് ചോദിച്ചത്, നീ ഇതെങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വന്നത്? അപ്പോൾ ഗോപു പറഞ്ഞു, എനിക്ക് ടി വി കാണാൻ വന്നതാണ് ഞാൻ. ടി വി ദേഖനാഥ മുझे ടി വി ദേഖനാഥ. ഞാൻ എന്ത് കാണാൻ വന്നു? ടി വി കാണാനാണ് വന്നത്. ഹം തീനോങ്കോ, നമ്മൾ 3 പേരും വന്നത് എന്തിനാണ്? ടി വി കാണാനാണെന്ന്. കസ്ബേ വാലയൊക്കെ ദൂസരയൊക്കെ മുഹ് ദേഖത്തെ, അവർ പരസ്പരം നോക്കുകയാണ്. ആ പ്രദേശത്ത് അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നിന്നവർ പരസ്പരം നോക്കുകയാണ്. കുട്ടികൾ ടി വി കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നിരിക്കുന്നു. മനോഹർ ചാച്ച ബച്ചോങ്കോ ലേ ജാത്താ ഹെ. മനോഹർ ചാച്ച എന്ത് ചെയ്യുന്നു? കുട്ടികളെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ആ സിറ്റുവേഷൻ തീർന്നു. അപ്പോൾ 2 സിറ്റുവേഷൻ നമ്മളിവിടെ കണ്ടു. ഒന്ന് 6, അതായത് ആ കസ്ബയിലെ ഒരു ഗലി, പിന്നൊന്ന് ശ്യാം കാ സമയം, ആ ഈവനിങ് ആണെന്ന് പറഞ്ഞു. കുട്ടികൾ വീട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പിന്നെ കുട്ടികളുടെ ഭയവും, കാരണം സമയം ഒരുപാടായി, തിരിച്ച് വീടെത്തണം, ആ ഭയവും ഒക്കെയാണ് ആ സിറ്റുവേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓരോ സംഭാഷണത്തിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കഥകളിലായിരുന്നാലും നമ്മൾ പഠിക്കുന്ന മറ്റ് പാഠങ്ങളിലായിരുന്നാലും ഏതെങ്കിലും ഇതുപോലെ പട്കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഒരു പട്കഥ തയ്യാർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഒരു പട്കഥ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഒരു സീന് കൂടെ ഉള്ളൂ. സീൻ 8. ആ സീനോടുകൂടി നമ്മുടെ ഈ കഥ ഇവിടെ തീരും. മനോഹർ ചാച്ചാക്ക ഘർ രാത്ത് കാ സമയം. അവരെവിടെ എത്തി? മനോഹർ ചാച്ചയുടെ വീടെത്തി. മനോഹർ ചാച്ചാക്ക ഘർ രാത്ത് കാ സമയം, രാത്രിയാണ്. ബാബാനെ ഗോപുക്കോ ഗോതുമയും ബിഡായാ ഹെ. മനോഹർ ചാച്ച ഗോപുവിനെ ഗോതുമയും ബിഡായാ ഹെ. ഗോതെന്ന് പറഞ്ഞാൽ എന്താ? മടിത്തട്ട്, മടിയിലിരുത്തിയിരിക്കുകയാണ്. ബാബാനെ ഗോപുക്കോ ഗോതുമയും ബിഡായാ ഹെ, തൻ്റെ മടിയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ചുന്നി അവർ ലല്ലൂഫി ബൈട്ടെ ഹെ. തൊട്ടടുത്ത് ആരുമുണ്ട്? ചുന്നിയുമുണ്ട്, ലല്ലുമുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾ അവിടെ ഇരിക്കുന്നതായിട്ട് പരാമർശിക്കുന്നു. ചുന്നി അവർ ലല്ലൂഫി ബൈട്ടെ ഹൈ, അവർ 2 പേരും ഇരിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു കൊടുക്കുകയാണ് മനോഹർക്കോ, ഗോപു ശൈത്താൻ ഹേ സബ്കോ പത്താ ഹെ പർ ഇത്ര ശൈത്താൻ ഹംനെ സോച്ചാ നഹീ താ. പറയാണ്, ഈ ഗോപു ഒരു ശൈത്താനാണ്. ശൈത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാത്താൻ എന്ന് പറഞ്ഞ ആ ഒരു ഉദ്ദേശമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുസൃതി, കുട്ടികളുടെ ആ ഒരു കുസൃതിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ശൈത്താൻ എന്ന് പറഞ്ഞാൽ, ശൈത്താനി കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി കാണിക്കുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അവൻ പറയുന്നത് ഗോപു ഒരു കുസൃതിക്കാരനാണ്, അവൻ ഒരു വളരെ വികൃതിയായ ഒരു കുട്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഗോപു ശൈത്താൻ ഹെ, ഇത് സബ്കോ പത്താ ഹെ, അതെല്ലാവർക്കും അറിയാം. സബ്കോ പത്താ ഹെ, കണ്ടില്ലേ? പത മീൻസ് അഡ്രസ് എന്നാണ് വാസ്തവികാർത്ഥം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാം. യഹ് സബ്കോ പതാ ഹെ, ഇതെല്ലാവർക്കും അറിയാം. പർ ഇത്നാ ശൈത്താൻ, പക്ഷെ ഇത്രയ്ക്ക് കടന്നവൻ ഈ വികൃതി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു ഗ്രാമത്തിനപ്പുറത്തു നിന്നാണ് അവർ 3 കുട്ടികളെയും കൂട്ടി അവനിവിടെ എത്തിയിരിക്കുന്നത്. അവർ 3 പേരും കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് മറ്റാരുടെയും മുതിർന്നവരുടെ ആരുടെയും സഹായമില്ലാതെ നടന്നു വന്നിരിക്കുകയാണ്. പർ ഇത്തനാ ശൈത്താൻ, പക്ഷെ ഈ മാതിരി കാണിക്കുമെന്ന് എന്ത് ചെയ്തില്ല? ഹംനെ സോച്ചാ നഹീം താ, നമ്മൾ ആലോചിച്ചതേ ഇല്ല. ഹംനെ സോച്ചന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ആലോചിക്കുക. ഹംനെ സോച്ചാ നഹീം താ, ഇവൻ ഇങ്ങനെ കാണിച്ചു കൂട്ടുമെന്ന് ഞാൻ എന്ത് ചെയ്തില്ല? പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പം മനോഹർ പറഞ്ഞു,
അപ്പോൾ പൂര രാസ്ത യാത് ഥായ്സെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. കാരണം അവന് പൂര രാസ്ത, അവന് മുഴുവൻ വഴിയും യാത് താമസെ, അവന് ഓർമ്മയുണ്ടായിരുന്നു. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ? അവൻ അവിടെ നിന്ന് ഇതുവരെ വഴി തെറ്റാതെ കൊണ്ടുവന്നില്ലേ അവരെയും കൊണ്ട്. അപ്പോൾ പൂര യാത് രാസ്ത യാത് താമസെ. ചലോ ഭായി അവ ടി വി ചലായ. ശരി, നമുക്കെന്ത് കാണാം? നമുക്ക് ടി വി കാണാം. ചലോ ഭായി अब टीवी चलाया जाए, टी വി ഇടാം. ഇതിന് ദൂർ സെ ആയേ ഹെ തീനെ. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന്, എന്തുമാത്രം ദൂരെ നിന്ന് ആ കുട്ടികൾ ആവേശത്തോടുകൂടി ടി വി കാണാമെന്നാണ്. ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ. തീൻ ദീവാനെ എന്നാ പറയുന്നത്. ദീവാന, ദീവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഗൽ എന്നാണ്. പാഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ടി വി കാണാനുള്ള അഭിനിവേശത്തെയാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലാതെ എന്തല്ല ഭ്രാന്ത് പിടിച്ച് വന്ന് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നിനക്കെന്താ ഇതിൽ ഭ്രാന്താണോ? അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ ഭ്രാന്തല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുന്നത് എന്താണ്? അവർക്ക് ഈ കുട്ടികൾക്ക് ടി വി കാണാനുള്ള ഒരു അഭിനിവേശം, താല്പര്യം, ആ ഒരു താല്പര്യം. അങ്ങനെ 3 പേരും കടന്നു വന്നതല്ലേ. അവർ വന്ന ആവശ്യം നിറവേറ്റാൻ നമുക്ക് ടി വി ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ടി വി ഇടാം. മനോഹർ ടി വി ചലാത്ത ഹെ, ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്. മനോഹർ ചെന്ന് നേരെ എന്ത് ചെയ്തു? ടി വി ഇട്ടു. ഗോപു ലല്ലു അവർ ചുന്നി സീധേ ഹോക്കർ ബൈറ്റ് ജാത്തേ ഹെ. ഗോപുവും ലല്ലുവും ചുന്നിയും നേരെ ഇരുന്നു, ടി വി കാണാനായിട്ടിരുന്നു. അവർ സീധേ ഹോക്കർ ബൈറ്റ് ജാത്തേ ഹെ, സ്ട്രൈറ്റ് ആയിട്ടൊക്കെ ഇരുന്നു ടി വി കാണാൻ. കുറേ നാളത്തെ ആഗ്രഹമാണ് ടി വി കാണണമെന്നുള്ളത്. ടി വി സെ ആവാസ് ആത്തി ഹെ. ടി വി ഇട്ടപ്പോഴേക്കും അതിനകത്ത് നിന്ന് ശബ്ദം, പിക്ചർ ആദ്യം വന്നില്ല, സൗണ്ട് വന്നു. ടി വി സെ ആവാസ് ആത്തി ഹെ. ടി വിയിൽ നിന്നും ആവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം വന്നു തുടങ്ങി. തസ്വീർ ദിക്ര അഭി ബാക്കി ഹെ. ചിത്രം കാണാൻ ഇനിയും സമയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ശബ്ദം വന്നു, പിന്നീട് ചിത്രം വരികയാണ്. പഴയ സമയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അന്ന് ടി വി വരുന്ന സമയത്തൊക്കെ ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലൊക്കെ വളരെ വീക്കായിരുന്നു. ഇന്നത്തെ പോലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കേബിൾ കുത്തിത്തരുന്ന രീതിയിലല്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ടവറിൽ നിന്നുമൊക്കെയാണ് സിഗ്നൽസ് വരുന്നത്. അപ്പോൾ ആ ടവർ ദൂരം കൂടുന്നതിനനുസരിച്ച് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പോൾ സ്ട്രെങ്ത് കുറയുമ്പോൾ എന്ത് ചെയ്യും? പിക്ചർ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല ഗ്രെയിൻസും ആയിരിക്കും. നല്ല ക്ലിയർ പിക്ചറിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു പിക്ചറൈസേഷനൊന്നും അന്നില്ല. അന്ന് വളരെ ഗ്രെയിൻസോടുകൂടിയും വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മളിരുന്ന് എന്ത് ചെയ്യുന്നത്? ടി വി ഉണ്ട്. നമ്മളങ്ങനെ ഒരു കാലത്തിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ടി വി ഓണാക്കിയപ്പോഴേക്കും സൗണ്ട് കേട്ടു തുടങ്ങി. പക്ഷേ പിക്ചർ എന്ത് ചെയ്തില്ല? വന്നില്ല. ടി വിക്ക് ആവാസ്, ടി വിയിൽ നിന്നുള്ള ശബ്ദം. ആ ശബ്ദം എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നോക്കൂ, ആ ബ്രാക്കറ്റ് കണ്ടില്ലേ? മനോഹർ ടി വി ചലാത്ത ഹെ, അദ്ദേഹം ടി വി ഇടുന്നു. ഗോപു ലല്ലു അവർ ചുന്നി സീതേ ഹോക്കർ ബൈറ്റ് ജാത്ത്. 3 പേരും നേരെയൊക്കെ ഇരുന്നു, ടി വി കാണാനുള്ള ആവേശം. അത് അവരുടെ ഇടയിൽ കാണാം, സാധ്യതയുണ്ട്. ടി വി സെ ആവാസ് ആത്തി ഹെ. ടി വിയിൽ നിന്ന് എന്ത് വരുന്നു? ശബ്ദം കടന്നു വരുന്നു. തസ്വീർ ദിക്കിന അഭി ബാക്കി ഹെ. ശബ്ദം എത്തുന്നത് ഇനിയും ഒരു സമയം കൂടെ, ചിത്രം, തസ്വീർ, ചിത്രം വരുന്നിട്ടില്ല, സൗണ്ട് മാത്രമേ വന്നുള്ളൂ. ടി വിക്ക് ആവാസ്. എന്താണ് ആവാസ് എന്ന്? और मद्रास का अधिकतम तापमान रहा है 34 ഡിഗ്രി. 34 എങ്ങനെ പറയുമെന്ന് അറിയാം? 34 30 പറയും നമ്മൾ? 30. 34 34. അപ്പോൾ അന്നല്ല, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വാർത്താ സമയത്ത്, വാർത്തയൊക്കെ കഴിഞ്ഞിട്ട് പണ്ട് അത് സ്ഥിരമായിരുന്നു. വാർത്ത തീരുന്ന സമയത്ത് ഏകദേശം പ്രധാന നഗരങ്ങളിലെ താപനില എന്ന് പറയും. പ്രധാന നഗരങ്ങളിലെ താപനില അത് പറയുമ്പോൾ ഓരോ നഗരങ്ങളും എടുത്തെടുത്ത് ഇങ്ങനെ പറയും. ഇന്ന നഗരം കൽക്കട്ടയിൽ ഇത്ര ഡിഗ്രി ചൂടുണ്ട്, ഇന്നലത്തത് ഇത്രയായിരുന്നു, കൂടിയ ചൂട് ഇത്ര, കുറഞ്ഞ ചൂട് ഇത്ര, ഇങ്ങനെയുള്ള ഒരു രീതി അന്നുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ന്യൂസുകളിൽ നമുക്കങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ പരാമർശിച്ച് പോകാറുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയണം, അവർ മദ്രാസ് കാ അധികതം താപമാൻ രഹ. മദ്രാസിലെ കൂടിയ ചൂട്, അധികതം താപമാൻ രഹ എത്രയാണെന്ന്? 34 ഡിഗ്രി, 34 ഡിഗ്രി. ഏറ്റവും കൂടിയ ചൂട് 34 ഡിഗ്രി എന്ന് പറയുന്നത് വരെ കുട്ടികൾ കേട്ടു. ടി വിക്ക് ആവാസ് അതാ പറഞ്ഞത്. അവർ മദ്രാസ് കാ അധികതം താപമാൻ രഹ 34 ഡിഗ്രി. ഗോപുക്ക് ആങ്കെ ഫൈൽ രഹി. അപ്പോൾ ഗോപുവിൻ്റെ കണ്ണുകളൊക്കെ അങ്ങ് വിടർന്നു. ഫൈലിനെ എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക എന്നാണ്. കണ്ണുകൾ വ്യാപിച്ചു എന്ന് പറയില്ലല്ലോ. കണ്ണുകൾ വിടർന്നു. കാരണം സന്തോഷമാണ്. ടി വി കാണുന്നതിൻ്റെ ആ ഒരു ആവേശവും തൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു തൃപ്തിയും ഒക്കെ അവൻ്റെ മനസ്സിനകത്ത് ഉണ്ടായി. ഗോപുക്ക് ആങ്കെ ഫൈൽ രഹി ഹെ. ടി വിക്ക് ശീശേ पर हल्की हल्की रोशनी भी ഫൈൽ രഹി ഹെ. ടി വിക്ക് ശീശേ पर, ശീശ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശീശ, കണ്ണാടി.
ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ക്രീൻ, ടി വിയുടെ സ്ക്രീൻ, ടി വിക്ക് ശീശേ पर ആ ടി വിയുടെ സ്ക്രീനിൽ ഹൽക്കി ഹൽക്കി റോഷ്നി, നേരിയ പ്രകാശം. ഹൽക്കി ഹൽക്കി റോഷ്നി, റോഷ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം. ഹൽക്കി ഹൽക്കി റോഷ്നി, നേരിയ പ്രകാശം. ഫൈൽ രഹി ഹെ, വ്യാപിച്ചു തുടങ്ങി. തസ്വീരെ കിസി ഭി പൽ ദിഖ് ജായെങ്കി, അപ്പോൾ ചെറിയൊരു പ്രകാശം വന്നു തുടങ്ങി. ടി വിയിൽ നേരിയ പ്രകാശം കടന്നു വന്നു. തസ്വീരേം, ചിത്രങ്ങൾ, കിസി ഭി പൽ, ഏത് നിമിഷവും, കിസി ഭി പൽ, പല്ലെന്ന് പറഞ്ഞാൽ നിമിഷം. തസ്വീരേം കിസി ഭി പൽ ദിഖ് ജായെങ്കി, കാണാൻ സാധിക്കും. അടുത്ത നിമിഷം തസ്വീർ കാണാൻ സാധിക്കും. ആ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. അവർ തഫി, പക്ഷേ അപ്പോൾ ബിജലി ചലി ജാത്തി. ബിജലി എന്താ? ബിജലി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ബിജലി മീൻസ് വൈദ്യുതി. ആ സമയത്ത് കറണ്ട് പോയി. ബിജലി ചലി ജാത്തി. ദുബ് അന്ധേരാ ഹോ ജാത്താ ഹൈ, വീട് മുഴുവൻ ഇരുട്ടിലേക്ക് മാറി. ദുബ് അന്ധേരാ ഹോ ജാത്താ ഹൈ, വീട് മുഴുവൻ ഇരുട്ടിലേക്ക് മാറി. കുട്ടികൾ വളരെ ആകാംക്ഷയോടുകൂടി കാണാൻ വന്നിരുന്നു. സൗണ്ട് കേട്ടു, പക്ഷെ ചിത്രം കാണാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ മുഴുവൻ എന്തായിത്തീർന്നു? ഇരുട്ട് വ്യാപിച്ചു. ഗോപു, ചുന്നി, അവർ ലല്ലു, 3 പേരും ഒരുമിച്ച് ഏക്സാ തന്തേരേമി, ഒരുമിച്ച് ഇരുട്ടത്തിരുന്ന് ഒരുമിച്ച് പറയണ, ഹേ ഭഗവാൻ, അയ്യോ എൻ്റെ ഭഗവാനെ, കാണാൻ വന്നിട്ട് എന്ത് പറ്റിയില്ല? കാണാൻ പറ്റിയില്ല. പാവം കുട്ടികളുടെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ദൂരം നടന്ന് വന്നത് എന്തിനായിരുന്നു? കഷ്ടപ്പെട്ട് വന്നത് ടി വി കാണാനാണ്. പക്ഷേ ടി വി കാണാൻ വന്നിരുന്നു, ടി വി ഓണാക്കി. പക്ഷേ സംഭവിച്ചത് എന്താണ്? ശബ്ദം മാത്രം കേട്ടു. അതിൻ്റെ തസ്വീർ കാണാൻ അവർക്ക് പറ്റിയില്ല, ചിത്രം കാണാൻ അവർക്ക് പറ്റിയില്ല. ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കറണ്ട് പോയി. അവിടെ എന്ത് ചെയ്യാണ്? ആ കുട്ടികളുടെ പരിശ്രമം ഇല്ലാതായി, പാഴായി. പക്ഷേ കഥ നമുക്കവിടെ നിർത്തുകയാണ്. അപ്പോൾ ലാസ്റ്റ് സീൻ ഇത്രയേ ഉള്ളൂ. മനോഹർ ചാച്ചയുടെ വീടെത്തി. കുട്ടികൾ എന്തിലേക്ക് വന്നിരുന്നു? ടി വി കാണാനായിട്ട് വന്നിരുന്നു. അപ്പോൾ മനോഹർ ചാച്ച പറഞ്ഞു, വീട്ടിലുള്ളവർ തന്നെ പറയുകയാണ്, ഇവൻ ഗോപു ഒരു ശൈത്താനിയാണെന്ന്, ഭയങ്കര വികൃതിക്കാരൻ, കുസൃതിയാണ്. പക്ഷെ അവൻ്റെ കുസൃതി ഇത്രത്തോളം ആകുമെന്ന് എന്ത് ചെയ്തില്ല, വിചാരിച്ചില്ല. പറത്തിനി ശൈത്താനി അമ്നകീം ജാൻ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇത്രയും ദൂരം ഒന്ന് വന്നതല്ലേ, ടി വി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മനോഹർ ചാച്ച പറഞ്ഞു, പക്ഷേ അവനെ നമ്മൾ എന്ത് ചെയ്യണം? അഭിനന്ദിക്കണം. കാരണം तो सभी रास्ता फूले मत अपने मन के अंदर रखा है. അവൻ വഴി മറക്കാതെ അവൻ മനസ്സിലിട്ടിരുന്നല്ലോ, തെറ്റാതെ ഇങ്ങ് എത്തിയല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറയും. വഴി തെറ്റിപ്പോയിരുന്നെങ്കിലോ? എന്തായാലും തെറ്റിക്കാതെ അവരെ ഇങ്ങ് കൊണ്ടുവന്നു. അങ്ങനെ ടി വി കാണിക്കാമെന്ന് കരുതി അവർ ടി വി ഓണാക്കി. ടി വി ഓണാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണ്? കാണാൻ പറ്റിയില്ല, ശബ്ദം മാത്രമേ വന്നുള്ളൂ, തസ്വീർ കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും കറണ്ട് പോയി. അതാണ് ഈ സിറ്റുവേഷൻ. അപ്പോൾ ഞാനൊന്നുകൂടെ വായിക്കാം. മനോഹർ ചാച്ച കാ ഘർ രാത് കാ സമയ്, बाबा ने गोबू को गोद में बिठाया है, चुन्नी और लल्लू भी बैठे हैं. നമ്മുടെ ഗോപു മടിയിലിരിക്കുകയാണ്, ചുന്നിയും ലല്ലുവും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ബാബ മനോഹർക്കോ ഗോപു ശൈത്താൻ ഹേ സബുക്കോ പത്താ ഹേ പർ ഇത്തന ശൈത്താൻ ഹംനെ സോച്ചാ നഹീ. അവനൊരു ശൈത്താനാണെന്ന് നമുക്കറിയാമായിരുന്നു, പക്ഷേ ഇങ്ങനെ ശൈത്താനി കാണിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്തില്ല, വിചാരിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു. മനോഹർ പറഞ്ഞു, അവർ പൂരാ രാസ്ത യാദ് താ ഉസേ, അവന് വഴിയൊക്കെ അറിയാമായിരുന്നല്ലോ. ചലോ ഭായി अब टीवी चलाया जाए. इतनी दूर से आए हैं 3 ദീവാനെ, ഇത്രയും ദൂരെ നിന്ന് കടന്നു വന്നതല്ലേ ഈ 3 ദീവാനകളും. എന്തായാലും അവർ ടി വി കാണാൻ വന്നു, നമുക്ക് ടി വി ഇടാമെന്ന് പറഞ്ഞു. മനോഹർ ചാച്ച എന്ത് ചെയ്തു? ടി വി ലഗാത്ത ഹൈ, ടി വി ഇട്ടു. ഗോപു ലല്ലു और ചുന്നി सीधे होकर बैठ जाते हैं. ഗോപു ലല്ലുവും ചുന്നിയും നിവർന്നൊക്കെ ഇരുന്നു. ടി വി से आवाज आती है, ടി വിയിൽ നിന്ന് സൗണ്ട് വന്നു. തസ്വീർ ദിഖ്ന അഭി ബാക്കി, ചിത്രം വരാനായിട്ട് ഒരല്പസമയം എടുത്തു. അപ്പോൾ ആ സൗണ്ട് അവർ കേട്ടു. എന്താണ് സൗണ്ട് ആയിരുന്നത്? ടി വിക്ക് ആവാസ് അവർ മദ്രാസ് കാ അധികതം താപമാൻ 34 ഡിഗ്രി എന്ന് പറഞ്ഞ് അവിടെ വന്നപ്പോഴേക്കും സംഭവിച്ചതാണ് കറണ്ട് പോയത്. ഗോപുക്ക് ആങ്കെ ഫൈൽ രഹി ഹൈ, ടി വിക്ക് ശീശേ പർ ഹൽക്കി കൽക്കി രോഷ്നി ഭി ഫൈൽ രഹി. ടി വിയിൽ നേരിയ പ്രകാശത്തോടുകൂടി എന്ത് വരികയാണ്? ചിത്രം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തസ്വീരെ കിസി ഭി പൽ ദിഖ് ജായെങ്കി, ഏത് നിമിഷവും ചിത്രം വരാമെന്ന കണ്ടീഷൻ എത്തിയപ്പോഴേക്കും അവർ തബി ബിജലി ചലി ജാത്തി, കറണ്ട് പോയി. ബന്ധേരാ ഹോ ജാത്ത. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ തീർന്നു. അതിൻ്റെ സിറ്റുവേഷനുകളെല്ലാം മൊത്തം 8 സീനാണ്. ഇതിനു വേണ്ടിയിട്ട് ചിത്രീകരണത്തിന് വേണ്ടി മാറ്റിവെച്ച 8 സീനാണ്. ഓരോ സീനും നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകത്തിൽ
വായിച്ച് മനസ്സിലാക്കണം. എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഈ പുസ്തകത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന മിക്ക പാഠങ്ങളിലും നമുക്ക് പട്കഥ ചോദിക്കും, തിരക്കഥ എഴുതാനായിട്ട് ചോദിക്കും. അത് കൺഫേം ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വായിച്ച് മനസ്സിലാക്കുക. പല ആവർത്തി വായിച്ചാൽ നമുക്ക് ഹിന്ദി ക്ലിയർ ആവും. കാരണം മറ്റൊരു ഭാഷയാണ്. നമ്മൾ മലയാളം പോലെ നമുക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തു നിന്നുള്ള അർത്ഥങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം, അത് വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് വൈകുന്നേരം നമ്മുടെ സൂം സെക്ഷനുണ്ട്. സൂം സെക്ഷനിൽ വന്നതിന് ശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ വർക്കുകളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യാം, പറയാം. ഓക്കെ.